നിഷ എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കണോ? വിവേക് പറ, പെർഫോമൻസ് ഒക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ടായിരുന്നു പ്രേമിച്ച്. ഭയങ്കര വീണമായാലായിരുന്നല്ലോ. പഠിച്ചിട്ടുണ്ടോ ശരിക്കും? ഉള്ളൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ മാനേജ് ചെയ്തു അല്ലേ? ഓക്കെ, സോ നമുക്ക് ജഡ്ജസിന് അടുത്ത് ചോദിക്കാം ആസ് ടു ഹൗ ഇറ്റ് ഈസ്. പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ട് ജഗദീഷ് ചേട്ടൻ എങ്ങനെ തോന്നി വിവേകിന്റെയും നിഷയുടെയും ഈ പാട്ട്? വിവേക് ആൻഡ് നിഷ, ഗുഡ് ജോബ്. പാട്ടിന്റെ പരിമിതികളൊക്കെ ഇവര് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ആദ്യത്തെ വരവ് തന്നെ നന്നായി. പിന്നെ ക്ഷേത്ര സന്നിധിയിലായതുകൊണ്ട്, പരിസരം അതായതുകൊണ്ട് അതിന്റെ റൊമാൻസിന്റെ സാങ്ക്ടിറ്റി നിങ്ങൾ കീപ്പപ്പ് ചെയ്തു. അതേ അവസരത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ച് മെക്കാനിക്കൽ മൂവ്മെന്റുമായി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഞെട്ടിത്തിരിഞ്ഞ് ഒരു ഈ സോങ് 90s സോങ് ആണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് 60s സോങ്സിന്റെ നസീർ ഷീല ജോഡിയുടെ ഒരു ലൈനിലോട്ട് തിരിഞ്ഞോ എന്നൊരു ചെറിയ സംശയമുണ്ട്. കാരണം ദിലീപും മഞ്ജു വാര്യറും ആയിരുന്നല്ലോ ഈ റിയൽ ആയിട്ട് സല്ലാപത്തില്. വീണയുടെ ഏരിയയിൽ എത്തിയപ്പോൾ നിഷയ്ക്ക് കുറച്ചുകൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. കൊറിയോഗ്രാഫിയിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ സോങ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവിടെ പെട്ടെന്ന് ഇത് തുടങ്ങേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് നടന്ന് ചെന്ന് അവിടെ ചെന്ന് വെറുതെ നിൽക്കേണ്ടി വന്നു. കുറച്ച് സമയം കൂടെ വീണയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാമായിരുന്നു. പിന്നെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ സ്റ്റേജിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു ശ്രോതാവ് എന്ന നിലയിൽ, പ്രേക്ഷകർ എന്ന നിലയിൽ വിവേകിന്റെ ആദ്യത്തെ ആലാപ് തൊട്ടുള്ള ആ ടേക്ക് ഓഫ് ഗംഭീരമായിരുന്നു. ചെറിയ ചെറിയ താളത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് പേടിയുണ്ട്. വിവേകിന് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്നും മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് വിവേകിന് ഇന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. യു ആർ എ വെരി ടാലന്റഡ് സിംഗർ, യു ക്യാൻ ഗോ മൈൽസ്. നിഷ സോങ്ങിന്റെ കാര്യത്തിൽ നിഷയ്ക്ക് പറ്റിയിട്ടുള്ള എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിഷയ്ക്കറിയാം, ഇവർക്കറിയാം. ഇവര് പറയും ഓക്കെ, ഓൾ റൗണ്ട് പെർഫോമൻസ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ജഗദീഷ് ചേട്ടാ. ഓക്കെ, നമുക്കൊരു സോഫ്റ്റ് സ്റ്റാർട്ട് തന്നെ ആവാം. ഉണ്ണിയേട്ടാ, ഇറ്റ്സ് ലുക്കിംഗ് വളരെ ഭംഗിയായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഐശ്വര്യമായിരുന്നു കാണാൻ. പിന്നെ സിംഗിങ് ഓൾസോ വാസ് റിയലി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിവേക്, എനിക്ക് യു അണ്ടർസ്റ്റുഡ് ദോസ് ഡൈനമിക്സ്, ആ വോയിസിന്റെ ആ പ്രൊജക്ഷൻ, എവിടെയാ വിബ്രാറ്റോ, സ്ലൈറ്റ് വിബ്രാറ്റോ ടുവേർഡ്സ് ദി എൻഡ്, ആ ഫിനിഷ്, all that you've really understood very well. Keep it up, that's really very good. നിഷ പല്ലവി തുടക്കത്തിൽ കുറച്ചൊരു ആ ഫിനിഷ് ഒന്ന് അത്ര ശരിയല്ല, നന്നായിരുന്നു. പക്ഷെ ഫിനിഷ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രെത്ത് കൺട്രോൾ വാസ് ലിറ്റിൽ ലാക്കിംഗ്, ബട്ട് അതേഴ്സ് ഇറ്റ് വാസ് നൈസ്. പിന്നെ ആ ലാസ്റ്റ് സസ്റ്റെയിൻ was really nice. Your sustain was very very good. ആ എൻഡില് മാത്രം അവിടെ ആ ബ്രെത്ത് കുറച്ച് വിട്ടിട്ട് പിന്നെ എടുക്കേണ്ടി വന്നു തോന്നുന്നു അല്ലേ? അതർവൈസ് ഇറ്റ് വാസ് എ സൂപ്പർ പെർഫോമൻസ് ആൻഡ് ബ്യൂട്ടിഫുൾ ജോഡി നമ്പർ 1. താങ്ക് യു. താങ്ക് യു നിയേട്ടാ. ശരത് സർ, വിവേക്, നിഷ, സൂപ്പർ, താങ്ക് യു. വളരെ നന്നായിരുന്നു. പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നിയത് നന്നായിട്ടെങ്ങാനും പാടിയാൽ ഈ കൊച്ചു നമ്മുടെ പെടലിക്കാവോ എന്നുള്ള പേടി വിവേകാനന്ദനുണ്ടായിരിക്കാം. പിന്നെ ആ കുട്ടി പാടിയപ്പോൾ അത് മനസ്സിലായി, അതിൻ്റെ മനസ്സിൽ അത് തന്നെ ആയിരുന്നു. അത് കുഴപ്പമില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിളല്ലേ, ഇതൊക്കെ ആവാം. പിന്നെ അമ്പലം, നല്ല ഐശ്വര്യമുള്ള അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രേമിക്കുക പറഞ്ഞൊരു വലിയ അനുഭവം തന്നെയാണ്. കാര്യം ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരെല്ലാം തിരഞ്ഞെടുക്കുന്ന സ്ഥലവും അമ്പലമാണ് കേട്ടോ പ്രേമിക്കാൻ. സേഫാണല്ലോ അവിടെ പോയിട്ട് ചുറ്റിക്കളിയൊക്കെ ആയിട്ട്. പെൺപിള്ളേരുടെ മനസ്സിടിപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. കാര്യം ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഇദ്ദേഹത്തിനെ പറ്റിക്കാൻ പോവാണല്ലോ എന്നുള്ള. പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ ആലാപിൻ്റെ എൻ്റെ ഒന്ന് പാടുമോ വിവേകാനന്ദൻ? ദൈവവേദം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചെറിയ അനക്കുണ്ടോ അവിടെ? എന്ന് വരുമ്പോ അത് മാത്രം ഒന്ന് പാടിക്കും മോനെ. ഉണ്ട് അത് അതിനുശേഷം ഓക്കെ 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 ഗുഡ്. പിന്നെ ആ ശ്രുതി ചേർന്നു എന്നുള്ള സ്ഥലം അസാധ്യമായിരുന്നു, വളരെ മനോഹരമായിരുന്നു.
പിന്നെ മലർ ശരമേ അതൊന്ന് പാടുമോ മോനെ ശരണം? പവിഴം പൊഴിയും മൊഴിയിൽ മലർ ശരമേറ്റ മോഹമാണു ഞാൻ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് ഇതൊക്കെ പറഞ്ഞ ചെറുതായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. വിവേകാനന്ദൻ അതിമനോഹരമായിട്ട് പാടി വിവേകാനന്ദൻ. താങ്ക് യു സർ. അതുപോലെ മോളെ നിഷ നല്ല ഐശ്വര്യമുണ്ട് കേട്ടോ, ഉള്ള സത്യം പറയാമല്ലോ. പിന്നെ പറന്നുയർന്നു പോകുന്നുള്ളത് ഉയർന്നങ്ങ് എത്തിയില്ലല്ലോ മോളെ, അത് കുറച്ച് ഫ്ലാറ്റായിരുന്നു. പിന്നെ ഉണ്ണി പറഞ്ഞ പോലെ ദിവ്യാനുരാഗം ഒഴുകു വരുമ്പോൾ കുറച്ചുകൂടി ശ്വാസം എടുത്തോണം കേട്ടോ കേട്ടോ. അതൊക്കെ ഒന്ന് പ്രാക്ടീസിലൂടെ ശരിയാവും മോളെ. ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു പാട്ടുള്ള പറയാമല്ലോ. എന്ത് റൊമാൻസ് ആണെങ്കിലും ഒരു വളരെ ഐശ്വര്യമുള്ള പാട്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ തന്നെ, അധികം മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച്, വിവേകാനന്ദന് വളരെ കുറച്ച് മിസ്റ്റേക്സ് ഉള്ളൂ. നിഷയ്ക്ക് കുറച്ച് ഫ്ലാറ്റ് അധികം വാങ്ങിച്ചിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. പിന്നെ മോളുടെ ഓൾമോസ്റ്റ് ശ്രുതിയാണ് പ്രശ്നം വന്നിരിക്കുന്നത് കേട്ടോ. നിഷയുടെ അണയം എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ അതുപോലെ ആ പവിഴം എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ആൻസറായിട്ട് പാടുന്ന ചരണത്തിൽ പവിഴം എന്ന് പറഞ്ഞിട്ട് പാടിയിട്ട് അതിൻ്റെ ആൻസർ പാടുന്ന സ്ഥലമുണ്ടല്ലോ, ആ ലൈൻസൊക്കെ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ തുണ്ടുപല്ലവിയിൽ മോളുടെ ഓൾമോസ്റ്റ് ഒരു ശ്രുതി കറക്റ്റായി മാറി തോന്നി എനിക്ക്. പക്ഷെ ഇതിലൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, പാടുന്നത് നന്നായിട്ടുണ്ട്. പക്ഷെ ശ്രുതി മാത്രം, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരത് അണ്ണാച്ചി പറഞ്ഞ മാതിരി അതല്ലേ വേണ്ടത് എന്ന് പറയുന്ന മാതിരി ഒരു ഘടകം ഉണ്ടായില്ലേ. പിന്നെ എക്സലന്റ് ആയിട്ടുള്ള ആ നിന്നെ തേടി എന്നുള്ള പ്ലാൻ, അതിപ്പോ 3 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല, അത്ര ഗംഭീരമായിരുന്നു. സൂപ്പർ. പിന്നെ മോളുടെ ആ ടോപ്പ് സസ്റ്റെയിൻ നല്ലൊരു, അവിടെ പോയി ടച്ച് ചെയ്ത് കറക്റ്റ് ശ്രുതിയിലാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ കുറച്ച് അങ്ങടും ഇങ്ങടും കുറച്ചൊന്ന് അലഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ശ്രുതി തേടി നടക്കുന്നൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു തേടിയ ഫീൽ ഉണ്ടായിരുന്നു. അതർവൈസ് ബെറ്റർ ആയിരുന്നു. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, സോ വിവേക് ഡെഫിനറ്റ്ലി നല്ല കമന്റ്സ് ആണ് വിവേകിന്. നിഷയ്ക്ക് ശ്രുതിയാണ് പ്രശ്നം എന്നാണ്. ശ്രുതിയാണ് നിഷയുടെ ഇവിടെ ക്ലോസസ്റ്റ് ഫ്രണ്ടും. ശ്രുതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓക്കെ, എനിവേസ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ മാർക്സ്. ഓക്കെ, രണ്ടുപേർക്കും പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ട് 25 ആണ് 4 ജഡ്ജസ് മാർക്സ് ഇടാൻ പോകുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ജഗദീഷ് ചേട്ടാ, നിഷയുടെ മാർക്സിൽ നിന്ന് തുടങ്ങാം. ഔട്ട് ഓഫ് 25 it is 16. 16 out of 25. Thank you. Ausya Bachchan sir, Nishakya? Sweet 16. 16 once again. Uniyata? Not so sweet 15. 15. 15. Sharat sir? Salt 15. 15. 2 15s and 2 16s. Total 62. 62 marks ആണ് നിഷയുടെ ഈ particular song നൽകിയിരിക്കുന്നത്. Sharat sir, വിവേകിന് എത്രയാണ് out of 25? 19 out of 25. Not bad. Uniyata? 18. 18. 18. Ausya Bachchan sir? അന്യൂണായിപ്പോയി. അപ്പൊ എത്രയാ? +2 ആണോ? 18 +2? Yes. Yes. 20. And Jagdish Atta? I'll also go for 20. Excellent. 20. Total 77. Thank you, sir. നാളെ രാത്രി 8:30 we'll be back with more performances on Idea Star Singer 2008. Bye. എത്ര പൂക്കാലമിനി എത്ര മധുമാസം അതിലെത്ര നവരാത്രികളിലമ്മേ. ഈ ഒരു ശരീരത്തിൽ നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. രാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം. ശരത്ത് സംഗീത സംവിധാനം നിർവഹിക്കുമ്പോൾ ഒരു വാശിയുണ്ട്, മ്യൂസിക് അറിയാവുന്നവർ മാത്രം എൻ്റെ പാട്ട് പാടിയാൽ മതി. അലീന 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 Idea Star Singer.